എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നടന്ന ഒരു സംഭവമാണ് ഞാനിന്നിവിടെ പറയാനായിട്ട് പോകുന്നത്. ഇത് കേൾക്കുന്ന ചിലർക്കെങ്കിലും ഇത് എനിക്ക് ഉണ്ടായ അനുഭവമാണല്ലോ എന്ന് തോന്നും. അതായത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്. ഞാനീ പറയാൻ പോകുന്ന ആ ഫ്രണ്ടും അവരുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് അവർക്ക് പരിചയമുള്ള വേറൊരു ഫ്രണ്ടും താമസിച്ചിരുന്നു. അന്ന് താമസിച്ചിരുന്നപ്പോൾ ഈ പറയുന്ന എൻ്റെ ഫ്രണ്ടിന് ഒരു കുഞ്ഞു വീടായിരുന്നു. അതായത് ഭയങ്കര ആർഭാടമൊന്നുമില്ല, ഒരു കുഞ്ഞു ചെറിയ വീടായിരുന്നു. അതിലായിരുന്നു അവൾ താമസിച്ചിരുന്നത്. എന്നാൽ ആ വീടിൻ്റെ ഓപ്പോസിറ്റ് തന്നെ വേറൊരു വീടുണ്ട്. അവിടെ താമസിക്കുന്നത് ഇവളുടെ ഫ്രണ്ടാണ്. അങ്ങനെ അവർ വളരെ സന്തോഷമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും ചെയ്യും, പല കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു വരുന്നു. ഇതിനിടയ്ക്ക് ഇവർക്ക് രണ്ടുപേർക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ജോലിയൊക്കെ ആയി, അവർക്ക് ആവശ്യത്തിനുള്ള വരുമാനങ്ങളൊക്കെ ആയപ്പോൾ അവർ ഒരു വീട് വയ്ക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചു. നേരത്തെ താമസിച്ചിരുന്നത് ഒരു കുഞ്ഞു വീട്ടിലാണ് എങ്കിൽ അവർ ഇപ്പോൾ വയ്ക്കാൻ വേണ്ടി പോയത് ഒരു ഇരുനില വീടാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ അവർ ആരംഭിച്ചു കഴിഞ്ഞു. അവർ വീട് വെച്ചു. അവരുടെ വീട് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഒരു നിലയുടെ ഒരു കോൺക്രീറ്റ് ആയ ടൈമിൽ തന്നെ ഈ ഓപ്പോസിറ്റ് താമസിക്കുന്ന ഫ്രണ്ട് എന്ന് പറയുന്ന, അതായത് ഞാൻ പറഞ്ഞ് ഈ വീട് വയ്ക്കുന്ന ഈ ഒരു വ്യക്തിയുടെ ഫ്രണ്ട്, ഓപ്പോസിറ്റ് താമസിക്കുന്ന ആ ഒരു ഫ്രണ്ട് പെട്ടെന്ന് മിണ്ടാതെയായി. ഈ വ്യക്തിയെ കാണുമ്പോൾ മുഖം തിരിച്ചു പോകുന്നു. എന്തെങ്കിലും വിളിച്ച് ചോദിച്ചാൽ പോലും തിരിച്ച് റിപ്ലൈ ഇല്ല, സംസാരമില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരു ഒരു സിറ്റുവേഷനിൽ കൂടെയായിരുന്നു കടന്നുപോയത്. അപ്പോൾ ഇത് വളരെ വിഷമമുണ്ടാക്കി നമ്മുടെ ഈ വീട് വയ്ക്കുന്ന വ്യക്തിക്ക്. ഈ വീട് വയ്ക്കുന്ന വ്യക്തി അവരുടെ അടുത്തുള്ള, അതായത് എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, ഇപ്പോൾ എൻ്റെ ഇന്ന ഫ്രണ്ട് എന്നോട് സംസാരിക്കുന്നില്ല, ഞങ്ങളുടെ കോൺക്രീറ്റിന് വിളിച്ചിട്ടും കൂടി വന്നിട്ടില്ല, എന്താണ് കാരണമെന്ന് മാത്രം അറിയില്ല, എന്നോട് ഭയങ്കര വൈരാഗ്യമായിട്ടാണ് ഇപ്പോൾ പെരുമാറുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ മാക്സിമം സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ വ്യക്തി മുഖം കൊടുക്കുകയോ മിണ്ടുകയോ ചെയ്യുന്നില്ല. അതായത് ഇവർ ഭയങ്കര ഫ്രണ്ട്സാണെന്നുള്ള കാര്യം ഓർമ്മ വേണം. ഇവരുടെ വീട് പണി തുടങ്ങിയ ടൈമിന് ശേഷം ഈ വ്യക്തി മിണ്ടുന്നില്ല. അങ്ങനെ വളരെ വിഷമത്തോടു കൂടി ഈ ഫ്രണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ഒരു ദിവസം നമ്മുടെ വീട് വയ്ക്കുന്ന ആളിൻ്റെ വീട്ടിൽ ആ ഓപ്പോസിറ്റുള്ള, അതായത് മിണ്ടാതിരിക്കുന്ന ആ ഒരു ലേഡിയുടെ ഹസ്ബൻഡ് വന്നിട്ട് ഇവരോട് പറയുകയാണ്, എനിക്ക് എൻ്റെ വീടിൻ്റെ മേളിൽ ഒരു 2 റൂമെങ്കിലും വെക്കണം, എനിക്കവളൊരു മനസ്സമാധാനം തരുന്നില്ല, ഈ വീടിൻ്റെ മേളിൽ റൂം വെച്ചേ മതിയാവുകയുള്ളൂ എന്ന് പറഞ്ഞ് അവൾ ബഹളം വയ്ക്കുകയാണ്. പക്ഷേ ഇവർക്ക് വീട് വയ്ക്കാനുള്ള സാമ്പത്തിക ശേഷി ഇപ്പോൾ ഇല്ല. പക്ഷെ ഭാര്യ ഭർത്താവിന് സമാധാനം കൊടുക്കുന്നില്ല, വീടിൻ്റെ മേളിൽ റൂം വെച്ചേ മതിയാവുകയുള്ളൂ. ഇത് കേട്ടപ്പോൾ അവിടെ കൂടി നിന്ന നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്കെല്ലാം കാര്യം പിടികിട്ടി. ഈ പ്രിയപ്പെട്ട ഫ്രണ്ട് എന്തുകൊണ്ടാണ് സംസാരിക്കാതെ ആയതെന്നുള്ളത്. എന്തായിരിക്കാം കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതായത് ഉറ്റ ഫ്രണ്ട്, അല്ലെങ്കിൽ ജീവൻ്റെ ജീവൻ എന്നൊക്കെ പറയാറുണ്ടല്ലോ, ആ വ്യക്തിയാണ് ഇപ്പോൾ പിണങ്ങിയിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, അസൂയ. അതായത് തൻ്റെ ഫ്രണ്ട് ചെറിയ വീട്ടിൽ കഴിഞ്ഞപ്പോൾ അവൾക്കത് ധാരാളം മതിയായിരുന്നു. എന്നാൽ തൻ്റെ ഫ്രണ്ട് വീടൊക്കെ വെച്ച് കുറച്ചുകൂടെ അവരുടെ സ്റ്റാറ്റസ് ഉയർന്നു വന്നപ്പോൾ ഈ കൂട്ടുകാരിക്ക് സഹിക്കാൻ പറ്റാതെയായി. അവൾക്കത് ദേഷ്യമായി വന്നു, പകയായി വന്നു. അവൾ പിന്നെ മിണ്ടാതെയായി. പ്രിയരെ, നമുക്കിതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടുന്നത്? നമ്മുടെ ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ പോയിസൺ, വിഷം എന്ന് പറയുന്നത് അസൂയയാണ്. അസൂയ ഒരു മനുഷ്യനെ നശിപ്പിക്കും, പകയുണ്ടാക്കും, വിദ്വേഷം ഉണ്ടാക്കും, വൈരാഗ്യം ഉണ്ടാകും. ഈ ഒരു അസൂയ വന്നാൽ മനസ്സമാധാനം നഷ്ടപ്പെടും, സന്തോഷം കിട്ടില്ല, സമാധാനം കിട്ടില്ല. ഇത് നമുക്ക് വേണമോ? ഒരു വ്യക്തി നന്നായിട്ട് അധ്വാനിച്ച് അവർ സമ്പത്ത് നേടി അവരുടെ നിലവാരം ഉയർന്നു വരുന്നു എങ്കിൽ അത് കണ്ട് സന്തോഷിക്കുകയും
അതിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ പഠിക്കുകയുമല്ലേ വേണ്ടത്. പകരം ഒന്നും ചെയ്യാതെ മടിയരായിട്ടിരുന്നിട്ട് ഉയർന്നു വരുന്ന ഒരു വ്യക്തിയുടെ നന്മയിൽ അസൂയപ്പെടുന്നത് ശരിയാണോ? ഈ ഒരു അസൂയ കാരണം മനുഷ്യന് പരസ്പരം ഉള്ള സന്തോഷം പോകുന്നു, സമാധാനം പോകുന്നു, അവരുടെ ഫ്രണ്ട്ഷിപ്പ് പോകുന്നു, ബന്ധങ്ങൾ തന്നെ അറ്റുപോകുന്ന അവസ്ഥ. കാരണം എന്താണ്? അസൂയ. ഇത് വേണമോ? ചിന്തിക്കുക. അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ.